ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വാക്സിനേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഭാഗ്യമേ ഉള്ളൂ, പക്ഷെ അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. സോ നോക്കാം. ഇന്ന് നമ്മൾ പോകുന്നത് മുബിക്കാട് അവിടെയുള്ള മെയിൻ ഹെൽത്ത് സെൻ്ററിലേക്കാണ്. വലപ്പാടാണത്. അപ്പോൾ കാലത്ത് തന്നെ കുട്ടൂനെയും ഉണ്ണിനെയും ഒക്കെ റെഡിയാക്കണം. ഉണ്ണി എഴുന്നേറ്റ് കിടക്കുന്നുണ്ട്. ഉണ്ണിനെ കുളിപ്പിച്ച ശേഷം കുളിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം റെഡിയായി പോകാനാണ്. കാരണം നേരത്തെ ഇറങ്ങണം, തിരക്കാവുന്നതിന് മുൻപ് അവിടെ എത്തണം എന്നാണ് വിചാരിക്കുന്നത്. കുട്ടൂന് 6 മാസം കൂടുമ്പോൾ വൈറ്റമിൻ എ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കൊടുക്കേണ്ട സമയമായി. അത് 5 വയസ്സ് വരെ കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇളയാൾക്ക് 2ാമത്തെ വാക്സിനും. അപ്പോൾ ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ അവിടെയുള്ള ഹെൽത്ത് സെൻ്ററിലൊക്കെ ഇപ്പോൾ നഴ്സുമാരൊന്നും എപ്പോഴും ഉണ്ടാവില്ല. അപ്പം നമ്മൾ കുറേ വിളിച്ചിട്ടും അവർ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഇക്കാട് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ്. വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ജസ്റ്റ് ആ ഒരു വാക്സിനെ കുറിച്ച് ഇൻഫോം ചെയ്യാം, അതിൻ്റെ ഒരു റെമഡി പറയാം, അതുദ്ദേശിച്ചിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത് തന്നെ. അതാണ് നമ്മുടെ മെയിൻ ഹെൽത്ത് സെൻറ്റർ. അപ്പം നമ്മൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ കുട്ടികൾക്കും ഉള്ള വൈറ്റമിൻസും അതുപോലെ ഇഞ്ചെക്ഷൻസും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പം നമ്മൾ നേരെ ചെന്ന ഉടനെ അവർ നമ്മളുടെ പുറത്ത് വെച്ച് തന്നെ, അകത്ത് കയറുന്നതിന് മുന്നേ തന്നെ ടെമ്പറേച്ചറും അതുപോലെ സാനിറ്റൈസൊക്കെ ചെയ്ത് നമ്മുടെ കൈകളൊക്കെ ക്ലീനാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. എക്സാക്ട്ലി സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ച് അവരെ നമ്മളെ ഇരുത്തും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഉള്ളിലേക്ക് കയറിയാലും ഓരോരുത്തരെ കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ആൾ കയറി എന്താ പറയുക, കയറിയ വഴി നമ്മൾ പിന്നെ തിരിച്ച് വരുന്നില്ല, പിന്നെ റൗണ്ട് ചെയ്താണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. വൈറ്റമിൻ എ നമ്മൾ വെയിറ്റ് ചെയ്യാനിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അറ്റത്ത് ഒരു ആശാ വർക്കർ ഇരുന്നിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം മുബിക്ക് കൊണ്ടുപോയിട്ട് കുട്ടൂന് അത് കൊടുത്തു. ഞാൻ ഉള്ളിൽ നിന്ന് ഉണ്ണിക്ക് ഇഞ്ചക്ഷൻ എടുത്തു. ഒരു കൈക്കും കാലിനും ആയിരുന്നു ഇഞ്ചക്ഷൻ. അപ്പോൾ വാക്സിനേഷൻ എടുക്കാൻ പോയതിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ, വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുമരുന്നിനെ പ്രത്യേകം പറയുന്നു. ആ സമയത്ത് അമർത്തി പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ കല്ലക്ക് ആണെന്നുണ്ടെങ്കിൽ ഉപ്പും കല്ല് ഉണ്ടല്ലോ, ഉപ്പും കല്ലും നല്ലൊരു കോട്ടൺ തുണിയുടെ ഒരു ചെറിയ കോട്ടൺ തുണി എടുത്തിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അത് ചൂടാറി കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് ആ തുണി ഒന്ന് വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ പിന്നെ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാല് കൊടുക്കുമ്പോൾ ജസ്റ്റ് ആ കാലൊക്കെ ഒന്ന് ഇതാക്കി തിരുമ്മല്ല, നമ്മളൊന്ന് ഉഴിഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ കാലെപ്പോഴും മടക്കുകയും നിവർത്തുകയും ഒക്കെ ചെയ്യുക. 2 ഇഞ്ചക്ഷനാണ്, കാലിൻ്റെ ഇഞ്ചക്ഷനാണ് കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കല്ലക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മടക്കി നിവർത്തുകയൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഒരു ഭാഗ്യത്തിന് അങ്ങനെ വല്ലാതെ കല്ലപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു. പനി ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനത്തെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളൊന്നും പടച്ചോൻ സഹായിച്ച് ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് തോന്നുന്നു വാക്സിനേഷൻ എടുക്കുന്ന എല്ലാ അമ്മമാർക്കും ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഇതായിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ നഴ്സുമാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കല്ലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക, നല്ലതായിരിക്കും. അതുപോലെ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും അവരുടെ കാലെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അനക്കിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ വേദന കൊണ്ട് അവർ അനക്കുണ്ടാവില്ല. അപ്പോൾ നമ്മളായിരിക്കണം മോട്ടിവേറ്റ് ചെയ്തിട്ട് അനക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ്. മാത്രമല്ല എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിനടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ കാണുമല്ലോ, അതുകൂടി ക്ലിക്ക് ചെയ്ത് എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും.